ഇറാൻ യുടെ തന്ത്രപ്രധാന തുറമുഖമായ ഫുജൈറ ആക്രമിച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ്റെ ആക്രമണമുണ്ടായത്. ഇതോടുകൂടി രണ്ടാം ഘട്ട യുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു, അത് രണ്ടാം ഘട്ടം അവസാന ഘട്ടവുമാണ് എന്ന് ഹെഡിങ്ങോടുകൂടി ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ വേണ്ടി സാധിക്കും. ആദ്യ മിസൈൽ ഫുജൈറിൽ പതിച്ചു. ആദ്യ മിസൈൽ എന്നല്ല, യഥാർത്ഥത്തിൽ 12ഓളം മിസൈലുകളും അതിൽ 3 ക്രൂസ് മിസൈൽ, മൊത്തം 15 ആക്രമണ പരമ്പര തന്നെ ഫുജൈറിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഇത് പോർട്ടിൽ നേരിട്ട് പതിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ്. തീപിടുത്തങ്ങളൊക്കെ വലിയ രീതിയിൽ കിലോമീറ്റർ ദൂരത്തിൽ കാണുന്ന തരത്തിലുള്ള തീപിടുത്തം ഫുജൈറ കേന്ദ്രീകരിച്ച് ഉണ്ടായതായിരിക്കുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തു. ഹോർമുസുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇറാനെ പ്രകോപിപ്പിച്ചത് എന്ന റിപ്പോർട്ടാണ് ഇതിന് കാരണമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാര്യം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഉപരോധം അമേരിക്ക സൃഷ്ടിക്കുമ്പോൾ സംഭരിക്കപ്പെട്ട പെട്രോളിയം വിൽപ്പന നടത്താനോ അതിർത്തി കടത്താനോ സാധിക്കാത്ത രീതിയിലുള്ള പ്രയാസം ഇറാൻ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഭവിഷ്യത്തുകൾ പ്രകടമായി തന്നെ അമേരിക്ക അടക്കമുള്ള സംഘം പിന്തുണ നൽകുന്നവരെയാണ് ഉദ്ദേശിച്ചത്. അവരനുഭവിക്കുമെന്ന് ഇറാൻ പറഞ്ഞ് ഏതാനും മണിക്കൂറുകൾ കഴിയുന്നതിനിടയിൽ തന്നെയാണ് ഈ ആക്രമണം നടന്നത് എന്നൊരു പ്രത്യേകത ഉണ്ട്. യുടെ ഏറ്റവും വലിയ എണ്ണ സംഭരണശാലയാണ് ഫുജൈറ എണ്ണ സംഭരണശാല എന്ന് പറയുന്നത്. ഈ തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ട് ലോകത്തുള്ള എണ്ണ ശേഖരണ ഈ സംഭരണശാലയുടെ 2ാം സ്ഥാനത്താണ് ഫുജൈറ നിൽക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. ഇത് ഏകദേശം ഒമാൻ കടലിൻ്റെ ഭാഗത്തായിട്ട്, ഉൾക്കടലിൻ്റെ ഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഹോർമുസ് അടച്ചാലും യെ സംബന്ധിച്ചിടത്തോളം ഈ ഫുജൈറ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ക്രൂഡ് ഓയിൽ മറ്റ് രാജ്യത്തേക്ക് കടത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനുള്ള മാർഗ്ഗകാര്യങ്ങളുണ്ട്. അഥവാ ഹോർമുസ് അടച്ചാലും യെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്രോളിയം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗം കൂടിയാണ് ഫുജൈറ തുറമുഖം എന്ന് പറയുന്നത്. അതിന് നേരെ ആക്രമണം വന്നതോട് കൂടിയിട്ട് പെട്രോളിയത്തിൻ്റെ വില കുതിച്ചു വരാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഈ മേഖല അടക്കപ്പെടുന്നതോടുകൂടി പിന്നീട് അറേബ്യൻ മേഖലയിൽ നിന്ന് ഏറെക്കുറെ പെട്രോളിയം പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും. അപ്പോൾ ഇവിടെ ഇങ്ങനെ വിഷയം ഉണ്ടാകുന്ന സമയത്ത് പിന്നീട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പെട്രോളിയം കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള അപകടം ചെയ്യും. ഏത് തരത്തിലുള്ള ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ട് ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: യെ അത്ര കണ്ട് വിശ്വസിക്കാനൊന്നും പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുന്നത് സർക്കാർ മാത്രമല്ല, ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പങ്കാളിത്തം കൂടിയുണ്ട്. യുടെ വിമാനം ഉപയോഗിച്ച് തന്നെ അമേരിക്ക ഇറാനെ ആക്രമിച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും തങ്ങൾ ആ ഒരു മുന്നറിയിപ്പ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മുന്നറിയിപ്പ് ക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അഥവാ യുടെ പ്രദേശത്തിൽ നിന്ന് യുടെ വിമാനം ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഇറാൻ്റെ ആരോപണം. അവരിപ്പോൾ പറയുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. ഈ ഒരു വിഷയം, അതായത് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇറാൻ്റെ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകുമെന്നും ഇത്തരം അതിനുള്ള സാഹചര്യങ്ങൾ അമേരിക്ക സൃഷ്ടിക്കുമെന്നും അഥവാ ഇറാനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങൾ തന്നെയായി. അവർ ഉപരോധം നീട്ടിവെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതോടനുബന്ധിച്ച് തന്നെ ഒറ്റപ്പെട്ട രീതിയിൽ ഇറാൻ ആക്രമിക്കുകയും ഇറാൻ്റെ ബോട്ടുകൾ തകർക്കുകയും അത്തരം പ്രവർത്തികൾ നിരന്തരം എന്ന രീതിയിൽ അമേരിക്ക ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിൽ യുടെ സഹായമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ തരത്തിലാണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ ഒരു ഘട്ടം ഇങ്ങനെ തുടരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇറാൻ്റെ ഭാഗത്ത് തിരിച്ചടി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലിൻ്റെ സഹായം തേടുന്നത്. അങ്ങനെയാണ് അയൺ ബീം എല്ലാം അവിടെ സ്ഥാപിച്ചുകൊണ്ട് പ്രതിരോധ സംവിധാനം കുറ്റമറ്റതാക്കാനുള്ള ശ്രമം അവർ നടത്തിയത്. അപ്പോൾ അതിൽ തന്നെ ഒരു യുദ്ധം പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ, യുദ്ധം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് യഥാർത്ഥത്തിൽ ക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ആ തരത്തിലാണ് ഇറാൻ്റെ ഇതിൻ്റെ വിശദീകരണ കാര്യങ്ങളൊക്കെ പോകുന്നത്. അബുദാബിയുടെ ഷഹബാസ് എണ്ണപ്പാടത്തിൽ നിന്ന് 370 കിലോമീറ്ററാണ് ഈ പറയപ്പെട്ട ഫുജൈറയിലേക്കുള്ള പൈപ്പ് ലൈൻ്റെ ദൂരം കണക്കാക്കുന്നത്. ഈ പൈപ്പ് ലൈൻ വഴിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ പെട്രോൾ എത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫുജൈറയിൽ നിന്ന് അബുദാബിയിലേക്ക് പെട്രോൾ എത്തിക്കാൻ വേണ്ടി 370 കിലോമീറ്റർ പൈപ്പ് ലൈനിലൂടെ വളരെ എളുപ്പത്തിൽ എത്തിക്കാൻ വേണ്ടി സാധിക്കും. ആ പ്രവൃത്തികൾ ചെയ്യാറുണ്ട്. പ്രതിദിനം 15 ലക്ഷം ബാരൽ എണ്ണ കടത്തി വിടുന്നുണ്ട് എന്നാണ് കണക്ക്. അതിപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നിന്ന് കിടക്കുകയാണ്.
ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സംഭരണ കേന്ദ്രമാണ് എന്നാണ് ഈ പറയപ്പെടുന്നത് ഫുജേറ എന്ന് പറയുന്നത്. സിംഗപ്പൂർ കഴിഞ്ഞാൽ എണ്ണക്കപ്പലുകൾക്ക് എണ്ണ നിറക്കാനും എണ്ണ ശേഖരിക്കാനും പറ്റുന്ന ഏറ്റവും വലിയ മേഖലയായിട്ട് ഫുജേറയെ കണക്കാക്കുന്നു. ഇറാനെ പ്രകോപിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പല തരത്തിലും അമേരിക്കയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ അവരെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ അവർ മാരകമായിരിക്കും തിരിച്ചടി ഉണ്ടാകും. അത് നമുക്ക് താങ്ങാൻ വേണ്ടി പറ്റുന്നതല്ല. അതുകൊണ്ട് അത്തരം പ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കണം. അപ്പോൾ അവർ ബോട്ടുകൾ ആക്രമിക്കുന്ന രീതി, അത് ഹെലികോപ്റ്ററിലൂടെ ബോട്ടുകൾ ആക്രമിക്കുന്നുണ്ട്, പിന്നീട് ദൂരപരിധി വെച്ചിട്ടുള്ള കപ്പലിൽ നിന്ന് ആക്രമണം നടത്തുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. 6 കപ്പലിൽ നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും. ഇതേ ഫുജൈറ എന്ന് പറയുന്ന ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് 2019 ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ തവണയാണ് ഈ ആക്രമണം നടത്തുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് ഫുജൈറ തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട്. സഹായ ടീമിനെ അപ്പാടെ തകർക്കുമെന്ന് ഇറാൻ ഇതിന് മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കലിബൂണ്ട് പറയുന്നു എന്ന തരത്തിലാണ് അതിനെ മറ്റുള്ള മീഡിയകൾ വ്യാഖ്യാനിച്ചുകൊണ്ട് റിപ്പോർട്ടാക്കി കൊടുത്തത്. അപ്പോൾ അമേരിക്ക ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുന്നില്ല, ഇസ്രായേലും ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുന്നില്ല. അതിന് വലിയ രീതിയിലുള്ള സഹായം അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് നേരെ തങ്ങൾ കനത്ത രീതിയിലുള്ള തിരിച്ചടി നൽകും. നിലവിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ഇപ്പോൾ ഉയർന്ന് 119 വരെ ആയിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇതിൽ ഈ വിഷയം ഗൗരവപരമായി തന്നെയാണ് ഇപ്പോൾ UAE ബാധിച്ചിരിക്കുന്നത്. ഒരുപാട് മേഖലയിൽ നിന്ന് ഈ വിമാന സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു. താൽക്കാലികമാണെങ്കിൽ പോലും റദ്ദാക്കിയിട്ടുണ്ട്. ഇത് ഏത് തരത്തിലാണ് ഇനി അവസാനിക്കുക? ഇനി അമേരിക്കയുടെ ഭാഗത്ത് തിരിച്ചടി ഉണ്ടാവുമോ? ഉണ്ടായാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ എത്രത്തോളം ഉണ്ടാകും എന്നുള്ളതിൻ്റെ കണക്ക് കൂട്ടലാണ് ഇപ്പോൾ ഭരണാധികാരികൾ എന്നും പറയാൻ വേണ്ടി പറ്റും. ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ തയ്യാറെടുക്കുന്നു എന്നൊരു റിപ്പോർട്ട് ഇപ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വരുന്നു. അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നേരിട്ട് കൊണ്ട് അമേരിക്ക ആക്രമിക്കാതെ ഇസ്രായേലിനെ കൊണ്ട് ആക്രമിപ്പിക്കാൻ വേണ്ടി എല്ലാവിധ ആയുധ സംവിധാന കാര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇസ്രായേലിനകത്ത്. എന്നിട്ട് അവരാണ് ആക്രമിക്കുക ഇറാനെ. ഇവർ ചെറിയ രീതിയിൽ സഹായം ചെയ്തു കൊടുക്കും. അപ്പോൾ തിരിച്ചടി തീർച്ചയായിട്ടും അറേബ്യൻ ഭാഗത്തേക്കുണ്ടാകുന്ന സമയത്ത് അറേബ്യൻ രാജ്യങ്ങളോട് തിരിച്ചാക്രമിക്കാൻ വേണ്ടി അമേരിക്ക പറയുന്ന ആയുധം സംവിധാന കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഇപ്പോൾ എങ്ങനെ വരും? അത് ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്നു, ഇറാൻ അറേബ്യൻ രാജ്യങ്ങൾക്കും ഇസ്രായേലിന് നേരെ തിരിച്ചടിക്കുന്നു, അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇറാന് തിരിച്ചടി ഉണ്ടാകാനുള്ള സംവിധാന കാര്യങ്ങൾ ഇവിടെ ഒരുക്കുന്നു, അമേരിക്ക ഒരുക്കുന്നു. അങ്ങനെ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇറാന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അങ്ങനെ ഇറാൻ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് എല്ലാവിധ സഹായം പിന്തുണയും അമേരിക്ക വാഗ്ദാനം ചെയ്യും, ഇസ്രായേൽ വാഗ്ദാനം ചെയ്യും. അങ്ങനെ അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാന് നേരെയുള്ള ശക്തമായിരിക്കുന്ന ആക്രമണം പിന്നീട് ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നു. അങ്ങനെ വരുന്ന സമയത്ത് പതുക്കെ ഇസ്രായേൽ യുദ്ധത്തിൽ നിന്ന് മൈനസാവും. അപ്പോൾ യുദ്ധം ഇവിടെ കഠിനമായി വരും. അറേബ്യൻ രാജ്യങ്ങളും ഇവരും തമ്മിൽ, ഇറാനും തമ്മിൽ. പിന്നീട് ഇവർക്ക് നോക്കി നിൽക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ആയുധങ്ങൾ ഇഷ്ടം പോലെ ഇറക്കുമതി ചെയ്യും. അതിന് വലിയ രീതിയിലുള്ള പണം വാങ്ങിക്കൂട്ടും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ആയുധ വിൽപ്പന കച്ചവടത്തിന് വലിയ താല്പര്യമുള്ള രാജ്യം എന്ന നിലക്ക് തന്നെ അപ്പോൾ ഈ ആയുധങ്ങൾക്ക് വില 2-3 ഇരട്ടിയായിട്ട് കൂട്ടും. 10 ഇരട്ടി വരെ എന്നൊക്കെ പറയുന്നുണ്ട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇരട്ടിയായി കൂട്ടുന്ന സമയത്ത് ഇവിടെ നിന്നല്ലാതെ വാങ്ങാൻ, അല്ലെങ്കിൽ ഈ ആയുധം ഇവിടെ നിന്നല്ലാതെ കിട്ടാൻ വേണ്ടി സാധിക്കില്ല എന്നതിനാലും രാജ്യ നിലനിൽപ്പിന് വേണ്ടിയിട്ടും വൻ തോതിൽ ആയുധം ഇറക്കുമതി ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്ക് അറേബ്യൻ രാജ്യങ്ങളെത്തും. അപ്പോൾ ഇവിടെ നടക്കുന്ന സംഭവം എങ്ങനെയാണ്? ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധം ഉണ്ടായ പോലെ തന്നെ അറേബ്യൻ രാജ്യങ്ങളും ഇറാനും തമ്മിൽ നേർക്കുനേരെ യുദ്ധം ഉണ്ടാകുന്നു. ഏത് രാജ്യത്ത് നഷ്ടം ഉണ്ടായാലും ആ രാജ്യത്തിനല്ലാതെ ഇസ്രായേലിന് നഷ്ടമില്ല, അമേരിക്കയ്ക്ക് നഷ്ടമില്ല. ഈ രീതിയിൽ ഇതിനെ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക സാധിക്കും. അതിനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ യുദ്ധം ഉണ്ട് എന്നല്ല, അതിനുള്ള ശ്രമം ഇതിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. ഓർമുസുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള വിഷയമാണ് ഇപ്പോൾ രണ്ടാമത് പുരയിലെടുത്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് യാതൊരു ഇളവും ഇറാൻ നൽകുന്നില്ല. മാത്രമല്ല ഇതിനെ മോചിപ്പിക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കുന്നില്ല. അപ്പോൾ പിന്നെ മറ്റ് പോവൈകൾ സ്വീകരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. 24 മണിക്കൂർ ഈ CNN റിപ്പോർട്ട് കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ 24 മണിക്കൂറിനിടയിൽ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നാണ് അവർ പറയുന്നത്. അത് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകിയിട്ട്, അമേരിക്ക എന്ന് പറയുന്ന സമയത്ത് അറേബ്യൻ രാജ്യത്ത് പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക ബേസുകളും കേന്ദ്രങ്ങളും പ്രത്യേകമായി എടുത്തുകൊണ്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. ഒരുപക്ഷെ അപകടമുണ്ടാവാൻ സാധ്യതയുണ്ട്, അഥവാ ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു. ആകെ കൂടി നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് 2ാം ഘട്ട യുദ്ധം ആരംഭിച്ചിരിക്കുന്നു.
അതിൻ്റെ കഠിനമായിരിക്കുന്ന വേർഷൻ തൊട്ട് പിറകെ വരാൻ സാധ്യതയുണ്ട് എന്നുകൂടി മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ സൈനികരോടും യുദ്ധത്തിന് തയ്യാറാകാൻ വേണ്ടി ഇറാൻ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടും ഇതോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്.